ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൽ ഗാൽവനോമീറ്റർ എന്ന് പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും ഇതിനു വേണ്ടി റെഡിയാണെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. യെസ്, സോ ടോപ്പിക്ക് പറയുന്നത് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എന്നാണ് ഹെഡിങ്. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കേട്ടതാണ് ഗാൽവനോമീറ്റർ എന്ന് പറയുന്ന ഡിവൈസ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ അപ്ലിക്കേഷൻസ് എന്നുള്ളത്. സോ ഗാൽവനോമീറ്റർ എന്ന് പറയുന്ന ഡിവൈസ് ആക്ച്വലി നമ്മളത് യൂസ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റിയുടെ അല്ലെങ്കിൽ ഇലക്ട്രിക് കറൻറ്റിൻ്റെ ഡിറ്റക്ഷൻ, കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗാൽവനോമീറ്ററും അമ്മീറ്ററും തമ്മിൽ ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ, അമ്മീറ്റർ എന്ന് പറയുമ്പോൾ അത് ഇലക്ട്രിസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ്, അതായത് എത്ര കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആക്ച്വലി അമ്മീറ്റർ നമുക്ക് പറഞ്ഞു തരാം. പക്ഷേ ഗാൽവനോമീറ്റർ ആക്ച്വലി എന്താണ് പറഞ്ഞു തരുന്നത്, കറണ്ട് ഉണ്ടോ ഇല്ലയോ, പ്രസൻസ് ആണ്, ഡിറ്റക്ഷൻ ആണ് ആക്ച്വലി നടക്കുന്നത്. അതിൽ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് കാണിച്ചു തരില്ല. ഓക്കെ, അപ്പോൾ ഈ ഗാൽവനോമീറ്ററിന്റെ അകത്ത് എന്താണ് സംഭവം, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് എന്നുള്ള കാര്യങ്ങളാണ് റൈറ്റ് നൗ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ദ ടോപ്പിക് നെയിം ഈസ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. അപ്പോൾ MCG എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം. ഇനി എന്തെല്ലാം പാർട്സ് അതിലുണ്ട് എന്നുള്ളതാണ് ഫിഗേഴ്സിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. നോർത്ത് സൗത്ത് രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു സ്പ്രിംഗ് ഉണ്ട്, സോഫ്റ്റ് അയൺ കോർ, അതുപോലെ തന്നെ കറന്റ് ക്യാരിയിങ് കോയിൽ, ഒരു പോയിന്റർ ഉണ്ട്. സോ സംഭവിക്കുന്നത് ഈ ഒരു ഗാൽവനോമീറ്ററിന്റെ കോയിലിലൂടെ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കറന്റ് ഫ്ലോ ചെയ്യുന്നു. അതാണ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാൻ കഴിയുന്നത്. കറന്റ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ടോർക്ക് ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ ഇതില് ഫസ്റ്റ് ഓഫ് ഓൾ ഇക്വേഷൻ എടുത്തിട്ടുണ്ട് അല്ലെ. ടോർക്ക് ഈക്വൽ ടു ഇക്വേഷൻ എന്താ, ടോർക്ക് ഈക്വൽ ടു ഇക്വേഷൻ എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ടോർക്ക് ഈക്വൽ ടു ബാനി. അപ്പൊ എങ്ങനെ എഴുതാം, ടോ ഈക്വൽ ടു BANI എന്നുള്ളൊരു ഇക്വേഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡും, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും, ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റും, എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസും. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ടോർക്കിന്റെ ഇക്വേഷൻ, ടോർക്ക് ഈക്വൽ ടു ബാനി എന്ന് പറയുന്നതാണ് അതിന്റെ ഇക്വേഷൻസ്. ഇനി ഈ ഒരു ടോർക്ക് കൊണ്ട്, അതായത് രണ്ട് ടോർക്ക് നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു സ്പ്രിങ്ങില് ഒരു ഒപ്പോസിറ്റ് ടോർക്കും ഉണ്ടാകുന്നുണ്ട്. സോ അതിന് നമ്മൾ ടോർക്ക് ഈക്വൽ ടു എങ്ങനെ എഴുതാം, K∅ എന്ന് എഴുതാം. സോ എല്ലാവരും ശ്രദ്ധിക്കുക, രണ്ട് ടോർക്ക് ഇക്വേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റത്തെ ടോർക്ക് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ഈ ഗാൽവനോമീറ്റർ കോയിലിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ടോർക്കിനെ നമ്മൾ ടോ ഈക്വൽ ടു ബാനി എന്ന് പറയുന്നു. ഇങ്ങനെ ആ ഒരു സ്പ്രിങ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ, നമ്മുടെ ഫിഗറിൽ ഒരു സ്പ്രിങ് കാണുന്നുണ്ട്. സോ ആ ഒരു സ്പ്രിങ്ങിന്റെ കേസിൽ അവിടെ ഉണ്ടാകുന്ന ഒരു ഓപ്പോസിറ്റ് ടോർക്കിനെയാണ് നമ്മൾ എന്തെടുക്കുന്നത്, ടോ ഈക്വൽ ടു K∅ എന്നെടുക്കുന്നത്. സോ രണ്ട് ടോർക്ക് നമുക്ക് കിട്ടുന്നു. സോ മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിനെ കുറിച്ച് പറയുമ്പോൾ, ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് അതൊരു ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്പർ 1 എല്ലാവരും ഓർത്ത് വെക്കണം. നമ്പർ 2, അമ്മീറ്ററും ഗാൽവനോമീറ്ററും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചേക്കാം. സോ എന്താണ് ഡിഫറൻസ്, ഗാൽവനോമീറ്റർ ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസ് ആണ് നമുക്ക് തരുന്നത്, അതേ സമയത്ത് അമ്മീറ്റർ കറന്റിന്റെ മാഗ്നിറ്റ്യൂഡും കൂടി നമുക്ക് കാണിച്ചു തരുന്നു. ഇനി അതിന്റെ പാർട്സുകൾ എന്തെല്ലാമാണ്, യു ക്യാൻ സീ ഇവിടെ രണ്ട് ഫീൽഡ് അല്ലെ, നോർത്ത് സൗത്ത് രണ്ട് പോളുകളുണ്ട്, അതുപോലെ തന്നെ ഇവിടെ സ്പ്രിംഗ് ഉണ്ട്, ദെൻ സോഫ്റ്റ് അയൺ കോർ, പച്ചിരുമ്പ് കോർ എന്നൊക്കെ മലയാളത്തിൽ പറയും, ദെൻ കറന്റ് ക്യാരിയിങ് കോയില്, അതുപോലെ തന്നെ ഒരു നീഡിൽ, അതിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ആ നീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. ഇതെല്ലാമാണ് നമ്മുടെ അതിന്റെ പാർട്സ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. സോ ഫസ്റ്റ് കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞു, ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കറന്റ് ഈ ഒരു കോയിലിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ടോർക്കിന്റെ ഇക്വേഷൻ ആണ് ടോ ഈക്വൽ ടു ബാനി എന്നുള്ളത്. രണ്ടാമത്തെ ഇക്വേഷൻ ഈ മാഗ്നറ്റിക് ടോർക്ക് കൊണ്ട്, അതായത് കോയിൽ എന്ത് ചെയ്യാൻ തുടങ്ങുന്നു, റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. സോ അങ്ങനെ സ്പ്രിങ്ങില് ഒരു ഒപ്പോസിംഗ് ടോർക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനെ നമ്മൾ ടോ ഈക്വൽ ടു K∅ എന്ന് പറയുന്ന ലെറ്റർ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി എന്താണ് K?
കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോർഷണൽ കോൺസ്റ്റന്റ് എന്താണ് മീൻ ചെയ്യുന്നത്? വാട്ട് ഈസ് കെ? കെ ഈസ് ദ ടോർഷണൽ കോൺസ്റ്റന്റ്. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അടുത്തത് നമ്മൾ രണ്ടും കൂടി ഇതിന് എന്ത് ചെയ്യാൻ പോകണം? ഇക്വേറ്റ് ചെയ്യാൻ പോകണം അല്ലേ? സോ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. സോ ശ്രദ്ധിക്കണേ, ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. ടോർക്കിന്റെ രണ്ട് ഇക്വേഷൻസ് നമുക്കുണ്ട്. ഈ രണ്ട് ഇക്വേഷൻസും നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പോകുമ്പോൾ യു ക്യാൻ സീ ദ ഫസ്റ്റ് ഇക്വേഷൻ K5 ഈക്വൽ ടു ബാനി എന്നും ഇതിൽ നിന്ന് നമ്മൾ ഫൈ എന്ന് പറയുന്ന പുതിയൊരു ടേമിന് ഇക്വേഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. സോ എങ്ങനെയാണ് ഈ ഒരു ഇതിൻ്റെ കൺവേർഷൻ വരുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ യൂണിറ്റ് എന്താണ് വരുന്നത്, ഇതിൻ്റെ നെയിംസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ. സോ നോക്കൂ, ഇവിടെ K5 ഈക്വൽ ടു ബാനി. എങ്ങനെയാണ് നമുക്കത് കിട്ടുന്നത്? ടോർക്കിന് രണ്ട് ഇക്വേഷൻസ് ഉണ്ടായിരുന്നു. ഒന്ന് K5 എന്നുള്ളതാണ്, മറ്റൊന്ന് ബാനി എന്നുള്ളതാണ്. സോ ആ രണ്ട് ഇക്വേഷൻസും ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഫൈ ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് എന്താ? ഫൈ ഈക്വൽ ടു ബാൻ ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു ഐ. അതായത് ന്യൂമറേറ്ററിൽ BANI എന്ന് പറയുന്ന പാർട്ടും ഡിനോമിനേറ്ററിൽ കെ എന്ന് പറയുന്ന പാർട്ടും വരും. സോ അതിൽ ഈ BAN/K ബ്രാക്കറ്റിൽ കാണിച്ചിട്ടുള്ള BAN/K എന്താണ്? അതൊരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, സോ ഇക്വേഷൻസ് നമുക്ക് ഇതിൽ നിന്ന് എന്ത് പറയാം? ഫൈ പ്രൊപ്പോർഷണൽ ടു ഐ ആണെന്ന് പറയാം. ഫൈ പ്രൊപ്പോർഷണൽ ടു ഐ ആണെന്ന് പറയാം. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ്. അപ്പോൾ കറന്റ് കൂടുതലാണോ, കറന്റ് കുറവാണോ, അപ്പോൾ എത്ര കറന്റ് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട് എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ ഗാൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ടർ, ആ സൂചി അവിടെ ഡിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങുന്നത്. സോ യു ക്യാൻ സീ ദ ഇക്വേഷൻ ഫൈ പ്രൊപ്പോർഷണൽ ടു ഐ. അപ്പോൾ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു ടേമിനെയാണ് നമ്മൾ ഫൈ എന്ന് പറയുന്ന ഗ്രീക്ക് ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഫൈ പ്രൊപ്പോർഷണൽ ടു ഐ അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ എന്നുള്ളത് അതിലൂടെ ഫ്ലോ ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. സോ അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഇനി അടുത്ത സ്ലൈഡിലേക്ക് നമ്മൾ പോകുമ്പോൾ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നമുക്ക് പോകുമ്പോൾ എന്താണ് കാണാൻ കഴിയാൻ നോക്കൂ. നെക്സ്റ്റ് സ്ലൈഡിൽ കറന്റ് സെൻസിറ്റിവിറ്റി ഓഫ് ദ ഗാൽവനോമീറ്റർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറന്റ് സെൻസിറ്റിവിറ്റി ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും ഉണ്ട്. സോ എന്താണ് കറന്റ് സെൻസിറ്റിവിറ്റി? ഓൾറെഡി നമുക്ക് നേരത്തെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഫൈ എന്നൊരു ഇക്വേഷൻ കിട്ടിയതാണ്. ഫൈൻ്റെ ഇക്വേഷൻ എന്താ? ബാനി ബൈ കെ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയതാണ്. നേരത്തെ ഞാൻ കാണിച്ചിരുന്നു. ഇവിടെ ഫൈൻ്റെ ഇക്വേഷൻ എന്താണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്? ഫൈൻ്റെ ഇക്വേഷൻ we had Bani divided by K. ഫൈൻ്റെ ഇക്വേഷൻ നേരത്തെ നമുക്ക് കിട്ടിയതാണ് അല്ലേ? എന്താണ് ഫൈൻ്റെ ഇക്വേഷൻ? ബാനി ബൈ കെ. അതിൽ നിന്ന് ഈ കറന്റിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഫൈൻ്റെ അടുത്തേക്ക് ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരുന്നു. സോ ഫൈ ബൈ ഐ ഈക്വൽ ടു ഇക്വേഷൻ കിട്ടുന്നത് എങ്ങനെയാണ്? ബാൻ ബൈ കെ. ഫൈ ബൈ ഐ എന്നുള്ളത് എങ്ങനെയാണ് കിട്ടുന്നത്? ബാൻ ബൈ കെ. ഫൈ ബൈ ഐ ഈക്വൽ ടു ബാൻ ബൈ കെ. ഈ ഒരു ടേമിനെയാണ് നമ്മൾ കറന്റ് സെൻസിറ്റിവിറ്റി ഓഫ് ദ ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത്. സോ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ടോപ്പിക് കറന്റ് സെൻസിറ്റിവിറ്റി ആണ്. എന്താണ് നമ്മുടെ ടോപ്പിക്? കറന്റ് സെൻസിറ്റിവിറ്റി. എന്താണ് അതിൻ്റെ ഇക്വേഷൻ? ഫൈ ബൈ ഐ ഈക്വൽ ടു ബാൻ ബൈ കെ എന്ന് പറയുന്ന ആ ഒരു ടേം ആണ് ആക്ച്വലി നമ്മൾ കറന്റ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. സോ ഡെഫിനിഷൻ എന്താ? ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് കറന്റ്. ഡിഫ്ലക്ഷനെ കറന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കറന്റ് സെൻസിറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. സോ കറന്റ് സെൻസിറ്റിവിറ്റി ഫൈ ബൈ ഐ ഈക്വൽ ടു ബാൻ ബൈ കെ എന്ന് ഓർത്ത് വയ്ക്കുക. വളരെ എളുപ്പമല്ലേ? യെസ്. സോ കറന്റ് സെൻസിറ്റിവിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. സോ അതെല്ലാവരും പഠിച്ചു വെക്കണം കേട്ടോ. സോ കറന്റ് സെൻസിറ്റിവിറ്റി കഴിഞ്ഞാൽ നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നതാണ് എന്ത്? വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ എന്താണ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് നോക്കാം. നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? വോൾട്ടേജ് സെൻസിറ്റിവിറ്റി അല്ലേ? സോ വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയുടെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കൂ. നേരത്തെ നമ്മൾ ഫൈ ബൈ ഐ ആണ് പറഞ്ഞതെങ്കിൽ ഇവിടെ നിങ്ങൾ എടുക്കേണ്ടത് എന്താണ്? കറന്റിനെ മാറ്റി എന്തെടുക്കണം? വോൾട്ടേജിനെ എടുക്കണം. കറന്റ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ഇന്റർചേഞ്ച് ചെയ്തുകൊണ്ട് അവിടെ വോൾട്ടേജിനെ എടുക്കണം. ദാറ്റ് ഈസ് ഫൈ ബൈ ഐ എന്നാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്തെടുക്കണം? ഫൈ ബൈ വോൾട്ടേജ് എന്നെടുക്കണം. എന്തെടുക്കണം? ഫൈ ബൈ വോൾട്ടേജ് എന്നെടുക്കണം. സി ഇക്വേഷൻ എന്താ? ഫൈ ബൈ വി ഈക്വൽ ടു എൻ എ ബൈ കെ ഇൻറ്റു
ഈ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഇൻറ്റു ആർ അല്ലേ, ആ ഒരു ടേമിലേക്ക് മാറ്റുമ്പോൾ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കൂടി വരും, അവിടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടി വരും. സോ ഇക്വേഷൻ 5/V = NAB by K × 1/R എന്ന് വരും അല്ലേ. അപ്പോൾ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ കറണ്ടിന്റെ ടേമും കൂടി, വോൾട്ടേജ് എന്ന് പറയുമ്പോൾ കറണ്ട് അല്ല, റെസിസ്റ്റൻസിന്റെ ടേമും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, NAB/K അല്ലേ. അതിന്റെ കൂടെ I/V എന്ന് പറയുന്ന ടേമും കൂടി വരും. ആദ്യം 5 ആയിരുന്നു, അതിന് ഞാൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, വോൾട്ടേജ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. കാരണം എന്തുകൊണ്ട്, നമ്മുടെ ടോപ്പിക് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ആണ്. സോ 5നെ V കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു ഹോൾ പാർട്ടിനെ നിങ്ങൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, വോൾട്ടേജ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ വോൾട്ടേജ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ NAB/K അവിടെ വരും. സോ ബാക്കിയുള്ളത് ടേം ഏത് കൂടിയാണ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യം, റെസിസ്റ്റൻസ് കൂടി അവിടെ I × R എന്ന് പറയുന്ന ടേമും കൂടി അല്ലേ. ഇവിടെ എന്ത് കൂടി വരും, I × R കൂടി വരും. സോ I എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യുന്നു. ബാക്കി അവിടെ വരുന്നത് ആര് മാത്രമേ ഉള്ളൂ, റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. സോ അങ്ങനെയാണ് ഈ ഒരു കേസിൽ 5/V = ഇക്വേഷൻ NAB/K × 1/R എന്നുള്ള ആ ഒരു ടേമിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് അല്ലേ. സോ ഇതാണ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. സോ കുട്ടികളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കോൺസെപ്റ്റ് ആണ്, ഒന്ന് കറണ്ട് സെൻസിറ്റിവിറ്റിയും മറ്റൊന്ന് വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയും. കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5നെ കറണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ആണെങ്കിൽ 5 എന്ന് പറയുന്ന ടേമിനെ വോൾട്ടേജ് കൊണ്ട് V കൊണ്ട് ഡിവിഷൻ ചെയ്യുക എന്നുള്ളതാണ്. സോ അതിൻ്റെ രണ്ട് ഇക്വേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെക്കുക. സി ആഫ്റ്റർ ഇവിടെ മറ്റൊരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്, NA എന്നുള്ളത് 2n ആയി ചേഞ്ച് ചെയ്യുന്നു. നമ്പർ ഓഫ് ടേൺസ് നമ്മൾ ഡബിൾ ആക്കി എടുക്കുകയാണെങ്കിൽ സി 5/I എന്നുള്ള നേരത്തെ ഇക്വേഷൻ എന്തായിരുന്നു, നമ്മുടെ ഇക്വേഷൻ NAB എന്നായിരുന്നു അല്ലേ. സോ ഈ n എന്ന് പറയുന്ന ടേം എന്തായിട്ട് മാറുന്നു, 2n ആയിട്ട് മാറും. സോ 5/I എന്ന് പറയുന്ന ആ ടേമിലെ n-ന് പകരമായി 2n നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇക്വേഷൻ നോക്കൂ, 2/5/I എന്ന് വരും. സോ ഓർത്ത് വെക്കുക, നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ആകുന്ന സമയത്ത് കറണ്ട് സെൻസിറ്റിവിറ്റിയും ഡബിൾ ആയിട്ട് മാറുന്നു. അതുകൊണ്ടാണ് 2/5/I എന്ന് പറയുന്നത്. ഇനി നമ്മൾ വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയുടെ കാര്യം എടുക്കുന്നു. സി കറണ്ട് സെൻസിറ്റിവിറ്റി ഡബിൾസ് എന്നതാ ഇവിടെ നമുക്ക് കാണാം. കറണ്ട് സെൻസിറ്റിവിറ്റി ഡബിൾ ആകുന്നു എപ്പോൾ, നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ആയിട്ട് മാറുമ്പോൾ. ഇനി വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയുടെ കാര്യം നോക്കൂ, n 2n ആയിട്ടുണ്ട്, അതുപോലെ തന്നെ R 2R ആയിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നോക്കൂ, ഇക്വേഷനിൽ നേരത്തെ പറഞ്ഞ പോലെ NAB/K × 1/R എന്ന് പറയുന്ന ടേമാണ്. സോ n-ന് പകരം 2n എന്നും R-ന് പകരമായി എന്തെടുക്കുന്നു, 2R എന്നെടുക്കുന്നു. ന്യൂമറേറ്ററിലും ഒരു 2 ഉണ്ട്, ഡിനോമിനേറ്ററിലും ഒരു 2 ഉണ്ട്. 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ ഒരു ചേഞ്ചും ഇല്ലാത്തൊരവസ്ഥയിലാണ് നമുക്ക് വീണ്ടും നമുക്ക് കിട്ടുന്നത്. അതായത് ആദ്യം എന്താണോ ഇക്വേഷൻ ഉണ്ടായിരുന്നത് ആ സെയിം ഇക്വേഷനാണ് നമുക്ക് വീണ്ടും കിട്ടിയത്. സോ ഡിയർ സ്റ്റുഡൻസ്, റൈറ്റ് നൗ നമ്മൾ ഡിസ്കസ് ചെയ്തത് കറണ്ട് സെൻസിറ്റിവിറ്റിയാണ്, അതിൻ്റെ ഇക്വേഷൻസ് ഓർത്ത് വെക്കുക. വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയാണ്, അതിൻ്റെ ഇക്വേഷൻസ് ഓർത്ത് വെക്കുക. കറണ്ട് സെൻസിറ്റിവിറ്റിയിൽ നിന്ന് വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഓംസ് ലോ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ടേം അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വോൾട്ടേജ് ഈക്വൽ ടു എന്താണ് അല്ലേ, കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് അല്ലേ. വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കറന്റ് ഇൻറ്റു റെസിസ്റ്റൻസ് വരും. അങ്ങനെ ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും കറന്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസലേഷൻ നടത്താം. I × R ന്യൂമറേറ്ററിലും ഒരു കറന്റ് ഉണ്ട്, ഈ V എന്നുള്ളതിന് പകരമായിട്ട് അവിടെയും I × R വരുമ്പോൾ കറന്റ് ക്യാൻസലേഷൻ നടക്കുന്നു. അങ്ങനെ റെസിസ്റ്റൻസ് ടേമിനെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നു. ഓക്കെ, ആഫ്റ്റർ n എന്നുള്ളത് 2n ആകുമ്പോൾ കറണ്ട് സെൻസിറ്റിവിറ്റിക്ക് എന്ത് മാറ്റം സംഭവിക്കുന്നു, അതുപോലെ തന്നെ n 2n ആകുന്നു, R 2R ആയിട്ട് മാറുന്നു. സോ വോൾട്ടേജ് സെൻസിറ്റിവിറ്റിക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് കൂടിയാണ് റൈറ്റ് നൗ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്തായാലും ആ ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, എല്ലാവർക്കും അത് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് അടുത്ത നമ്മൾ പോകുന്നത് സി കൺവേർഷൻ ഓഫ് എ ഗാൽവനോമീറ്റർ. സോ ഗാൽവനോമീറ്ററിൻ്റെ ഡെഫിനിഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞു. ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസ്, കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ അതിൽ ഈ ഗാൽവനോമീറ്ററിനെ നമുക്ക് അമ്മീറ്റർ ആക്കിയിട്ട് മാറ്റാം, അതുപോലെ തന്നെ വോൾട്ട് മീറ്റർ ആക്കിയിട്ട് മാറ്റാം.
ഗാൽവനോമീറ്ററിനെ അമ്മീറ്ററിലാക്കി മാറ്റുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന റെസിസ്റ്റൻസിന്റെ വാല്യൂ ഹൈ റെസിസ്റ്റൻസ് ആണോ ലോ റെസിസ്റ്റൻസ് ആണോ, അത് സീരീസിൽ കൊടുക്കുന്നുണ്ടോ പാരലിൽ കൊടുക്കുന്നുണ്ടോ, അതുപോലെ തന്നെ വോൾട്ട് മീറ്ററിൽ എന്ത് സംഭവിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് നോക്കാം. ആദ്യം പറഞ്ഞിട്ടുള്ളത് കൺവേർഷൻ ഓഫ് എ ഗാൽവനോമീറ്റർ ഇൻ ടു അമ്മീറ്റർ ആണ്. അപ്പോൾ കൺവേർഷൻ ഓഫ് എ ഗാൽവനോമീറ്റർ ഇൻ ടു അമ്മീറ്റർ എന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്കത് ചെയ്യാം, എന്താണ് അതിന്റെ ഫിഗേഴ്സ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഫസ്റ്റ് ഓഫ് ഓൾ റൈറ്റ് നൗ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. സോ സി, ഒരു ഗാൽവനോമീറ്റർ അമ്മീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ ഒരു ഷണ്ട് റെസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളതാണ്. സോ ഈ ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ലോ റെസിസ്റ്ററിനെ പാരലായി അമ്മീറ്ററിന്റെ അക്രോസ് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഷണ്ട് എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടി പറയാം ഞാൻ, എന്താണ് ഷണ്ട് റെസിസ്റ്റൻസ്? ഒരു ലോ റെസിസ്റ്റൻസ്, അതായത് ഒരു കുറഞ്ഞ വാല്യൂ ഉള്ള റെസിസ്റ്ററിനെ അമ്മീറ്ററിലേക്ക് പാരലായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഹോൾ ഡിവൈസ് ആണ് ഗാൽവനോമീറ്ററിന് നമുക്ക് എന്താക്കി മാറ്റിയെടുക്കാൻ കഴിയുന്നത്, അമ്മീറ്റർ ആക്കി മാറ്റിയെടുക്കാൻ കഴിയുന്നത്. സോ ഇവിടെ നോക്കൂ, ഒരു ഗാൽവനോമീറ്റർ ജി ഉണ്ട്, അതിന്റെ റെസിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ജി എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ദെൻ ഒരു കറന്റ് അതിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്, ഐ എന്ന് പറയുന്ന കറന്റ് ആണ്. ഓക്കെ, കറന്റ് ഐ എന്ന് പറയുന്ന ഒരു മാഗ്നിറ്റ്യൂഡിലുള്ളത് അതിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കറന്റ് ഫ്ലോ ചെയ്യുമ്പോൾ അത് രണ്ടാക്കി ഡിവിഷനിൽ നടക്കുകയാണ്. അതായത് ഒന്ന് ഐ ജി ആയിട്ടും മറ്റൊന്ന് ഐ മൈനസ് ഐ ജി ആയിട്ടും. സോ രണ്ട് കറന്റ് നമുക്ക് കിട്ടുന്നു. ഒന്ന് ഗാൽവനോമീറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്നു, മറ്റൊന്ന് ഈ ലോ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഷണ്ടിലൂടെ ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടിലൂടെയും കറന്റ് ഫ്ലോ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ വോൾട്ടേജ് ഉണ്ടാവുന്നത്? സി ഡിയർ സ്റ്റുഡൻസ്, ഇവിടെ ഫിഗറിൽ നമുക്ക് കാണാം ഗാൽവനോമീറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഷണ്ട് റെസിസ്റ്റൻസ് ഉണ്ട്. നമുക്ക് കോൺസെപ്റ്റ് പാരലായിട്ട് കണക്ട് ചെയ്താൽ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് അല്ലെ, ബേസിക് ക്ലാസ്സസുകളിലൊക്കെ പഠിച്ചതാണ്. പാരലായിട്ട് കണക്ട് ചെയ്താൽ ആ പാരലായിട്ട് കണക്ട് ചെയ്ത ഹോൾ ഡിവൈസിന്റെ, അതായത് വോൾട്ട് മീറ്റർ അല്ലെങ്കിൽ വോൾട്ടേജ് എടുക്കുമ്പോൾ അതിന്റെ വാല്യൂ സെയിം ആയിരിക്കും. സി, അപ്പോൾ കോൺസെപ്റ്റ് വരുന്നത് ഒന്നാമത്തെ ഈ ഗാൽവനോമീറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് കൊണ്ടുണ്ടാകുന്ന വോൾട്ടേജിനെ ഓംസ് ലോ ഉപയോഗിച്ച്, ഓംസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഇൻറ്റു ആർ ആണ്. ഓംസ് ലോ എന്താണ്? കറന്റ് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്, അത് നമുക്കറിയാം. സോ അങ്ങനെയാണെങ്കിൽ ഐ ജി ജി എന്നാണ് ഫസ്റ്റ് വോൾട്ടേജ് വരുന്നത്. രണ്ടാമത് അവിടെ ഉണ്ടാകുന്ന വോൾട്ട് മീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഐ മൈനസ് ഐ ജി ഇൻറ്റു ഷണ്ട് റെസിസ്റ്റൻസിനെ ഞാൻ എസ് എന്ന് കൊടുക്കുന്നു. സോ ഡിയർ സ്റ്റുഡൻസ്, ഇതിൽ നിന്ന് എസിന്റെ വാല്യൂ എങ്ങനെ എടുക്കാൻ നോക്കാം. എസ് ഈക്വൽ ടു, വളരെ എളുപ്പമാണ്, ഐ ജി ജി ഓൾറെഡി എവിടെയുണ്ട്? ലെഫ്റ്റ് സൈഡിലുണ്ട് അല്ലേ. സോ ബാക്കി വരുന്നത് റൈറ്റ് സൈഡിൽ നിന്ന് ഐ മൈനസ് ഐ ജി ഡിനോമിനേറ്ററിലേക്ക് വരുന്നു. ഐ മൈനസ് ഐ ജി ഡിനോമിനേറ്ററിലേക്ക് വരുന്നു. സോ ദ ഇക്വേഷൻ ഈസ് എസ് ഈക്വൽ ടു ഐ ജി ജി ബൈ ഐ മൈനസ് ഐ ജി. വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണ് ഡിയർ സ്റ്റുഡൻസ്. ദ ടോപ്പിക്ക് എങ്ങനെ ഒരു ഗാൽവനോമീറ്ററിനെ അമ്മീറ്ററിലേക്ക് മാറ്റാം. ഫിഗർ ഓർത്ത് വെക്കുക. ക്യാപിറ്റൽ ജി എന്നുള്ളത് ഗാൽവനോമീറ്റർ ആണ്, അതിൻ്റെ റെസിസ്റ്റൻസിനെയും നമ്മൾ ജി എന്ന് തന്നെയാണ് അസ്യൂം ചെയ്യുന്നു. അതിലൂടെ ഐ ജി എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് തിങ്. രണ്ടാമത്തത് കറന്റ് ഡിവിഷൻ നടക്കുന്നുണ്ട്. ടോട്ടൽ കറന്റിന്റെ ഐ ജി ഗാൽവനോമീറ്ററിലൂടെ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഐ മൈനസ് ഐ ജി ആയിരിക്കും ഷണ്ട് റെസിസ്റ്റൻസിലൂടെ ഫ്ലോ ചെയ്യുന്നത്. ഇനി എന്താണ് ഷണ്ട് റെസിസ്റ്റൻസ്? ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോ റെസിസ്റ്റൻസിന് ഗാൽവനോമീറ്ററിന് പാരലായിട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് രണ്ട് കേസിലും സെയിം ആയിരിക്കും, തുല്യമായിരിക്കും. ഇക്വേറ്റ് ചെയ്യുന്നു. എസിന് ഒരു വാല്യൂ ഉണ്ടാക്കി. ഇക്വേഷൻ എന്താണ്? ഐ ജി ജി ബൈ ഐ മൈനസ് ഐ ജി. ക്ലിയർ ആണോ? വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ് അല്ലേ. അങ്ങനെയെങ്കിൽ അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇത് തന്നെ നമുക്ക് എങ്ങനെ മാറ്റാം? ഈ ഒരു കോൺസെപ്റ്റിനെ തന്നെ നമുക്ക് വോൾട്ട് മീറ്ററിലേക്ക് മാറ്റാം. അപ്പോൾ എങ്ങനെയാണ് വോൾട്ട് മീറ്ററിന്റെ കൺവേർഷനും അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഫിഗേഴ്സും എങ്ങനെയാണ് നമുക്ക് നോക്കാം. നോക്കൂ, സി കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ടു വോൾട്ട് മീറ്റർ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ മൈൻഡിൽ വേണം, ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാനുള്ള ഡിവൈസ് ആണ്. ഓക്കെ, നമ്പർ 1. നമ്പർ 2, എന്താണ് വോൾട്ട് മീറ്റർ?
വോൾട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സർക്യൂട്ടിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജിനെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് വോൾട്ട് മീറ്റർ. അത് മൂവിങ് കോയിലുണ്ട്, മൂവിങ് അയൺ ഉണ്ട്, അതൊക്കെ അതിൻ്റെ ഹയർ ലെവലാണ്. അത് നമ്മൾ ആഫ്റ്റർ ദ +2 ഒക്കെ നിങ്ങൾ പഠിക്കും കേട്ടോ. സോ ഇവിടെ എന്താണ് കോൺസെപ്റ്റ് എന്ന് നോക്കൂ. സോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഗാൽവനോമീറ്ററിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു? വോൾട്ട് മീറ്റർ ആക്കി മാറ്റുന്നു. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫിഗേഴ്സ് എങ്ങനെയാണ് കമ്പയർഡ് ടു ദ ലാസ്റ്റ്? നമ്മൾ നേരത്തെ കേസിൽ ലൈക്ക് അവിടെ ഷണ്ടാണ് ഉപയോഗിച്ചിരുന്നത്. സോ ഇവിടെ സീരീസ് കോൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. നോക്കൂ, ഇവിടെ വി ഹാവ് വൺ ഗാൽവനോമീറ്റർ, അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. നേരത്തെ കേസിൽ ലോ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് യൂസ് ചെയ്തതെങ്കിൽ ഇവിടെ ഹൈ റെസിസ്റ്റൻസ് സീരീസിൽ കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. സോ എല്ലാവരും ഓർത്ത് വയ്ക്കുക, ഹൈ റെസിസ്റ്റൻസ് സീരീസിൽ കൊടുക്കുന്നു, ഹൈ റെസിസ്റ്റൻസ് സീരീസിൽ കൊടുക്കുന്നു. അതാണ് ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട കോൺസെപ്റ്റ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ് എന്താണ്? ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ഈ ഒരു IG എന്ന് പറയുന്ന കറണ്ടാണ് ടോട്ടൽ സർക്യൂട്ടിലൂടെ യൂസ് ചെയ്യുന്നത് അല്ലേ, ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ട് റെസിസ്റ്റേഴ്സിനെ നമ്മൾ സീരീസിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇഫക്റ്റീവ് കാണണമെങ്കിൽ നമ്മൾ ക്ലാസ് 10th പഠിക്കുന്നുണ്ട് അല്ലേ, ബേസിക് ഫിസിക്സിൽ പഠിക്കുന്ന കോൺസെപ്റ്റാണ്. സീരീസിലാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? രണ്ടിനെയും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സോ അതുകൊണ്ടാണ് ഈ ഒരു ഇക്വേഷനിൽ നിങ്ങൾക്ക് എന്ത് എഴുതാൻ കഴിഞ്ഞത്? ഇവിടെ R+G എന്ന് കാണാൻ കഴിയുന്നത്. Am I correct? ആഫ്റ്റർ ഫ്രം ദിസ് R+G ഞാൻ അവിടെ നിർത്തി, IG ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തായിട്ട് മാറുന്നു? V/IG എന്ന് എഴുതുന്നു. അതിൽ നിന്ന് R = ഇക്വേഷൻ എങ്ങനെ എഴുതാം? V/IG - G. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് നമുക്കിവിടെ പറയാൻ കഴിയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്റർ ആണ്. ഓർത്ത് വെക്കുക, ലോ റെസിസ്റ്റൻസ് ഷണ്ടാണ് യൂസ് ചെയ്യുന്നത്. അവിടെ എസിനൊരു ഇക്വേഷൻ നമ്മൾ കണ്ടെത്തുന്നു. നമ്പർ 2, നമ്മൾ രണ്ടാമത് ചെയ്തത് എന്തായിരുന്നു? ഒരു ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്ററിലേക്ക് മാറ്റുന്നു. സോ അവിടെ ഉണ്ടാകുന്ന ഒരു കേസിൽ ഇക്വേഷൻ R = V/IG - G. IG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാൽവനോമീറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്നും, G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാൽവനോമീറ്ററിലുള്ള ആ റെസിസ്റ്റൻസ് എത്രയായിരിക്കും എന്നുള്ളതാണ് G കൊണ്ട് മെയിൻ ചെയ്യുന്നത്. സോ ഈ രണ്ട് ഇക്വേഷൻസ് ഓർത്ത് വെക്കുക. സോ പ്രൂഫ് പാർട്ടും ആകുന്നു, അതുപോലെ തന്നെ അതിൻ്റെ ഇക്വേഷൻസ് പ്രോബ്ലം ചോദിച്ചാൽ നമുക്കതും വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാൻ കഴിയും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ സോ ഇത്രയും പാർട്ടാണ് ആക്ച്വലി ഇവിടെ വരുന്നത്. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് തിയറി വൈസ് ഡിസ്കസ് ചെയ്യാൻ കഴിയുന്ന ടോപ്പിക്സ്. അപ്പോൾ എല്ലാവരും ഈ ഒരു തിയറിയുമായിട്ട് എല്ലാ സ്റ്റുഡൻസും വളരെ ഈസി ആയിട്ടുള്ള പാർട്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആഫ്റ്റർ ഇതുമായി ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടെന്നറിയോ? കുറേ പ്രോബ്ലംസ് ഈ ഒരു പാർട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യാം? എക്സ്പെക്റ്റ് ചെയ്യാം. പ്രോബ്ലംസ് കുറേ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഈ പ്രോബ്ലംസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും, അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്റ്റ് പേപ്പേഴ്സിൽ ചോദിച്ചതുമായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് എന്ത് ചെയ്യണം? നമുക്കൊന്ന് ചെയ്ത് നോക്കണം. അതാണ് അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. കുറച്ച് പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ എ സർക്കുലാർ കോയിൽ ഓഫ് വയർ കൺസിസ്റ്റിംഗ് ഓഫ് 100 ടേൺസ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ അല്ലേ, n തന്നിട്ടുണ്ട്. എത്രയാണ്? 100 എന്ന് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ടേൺസ് n തന്നിട്ടുണ്ട് 100. ദെൻ റേഡിയസ് 8 സെൻറ്റിമീറ്റർ. റേഡിയസിൻ്റെ വാല്യൂ 8 × 10⁻² മീറ്റർ. ക്യാരീസ് എ കറൻറ്റ്. വി ഹാവ് I തന്നിട്ടുണ്ട് 0.4 ആംപിയർ. Question is, what is the magnitude of the magnetic field B? Question നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഒരു സർക്കുലാർ കോയിൽ ഉണ്ട്, അതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയായിരിക്കും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ സർക്കുലാർ കോയിലിൻ്റെ കേസിൽ ഇക്വേഷൻ എപ്പോഴും വരുന്നത് എന്തായിരിക്കും? μ0 Ni/2r എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ എല്ലാവരും ആദ്യം ഇക്വേഷൻ എഴുതുക. B = μ0 Ni / 2r. ഇതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഓർത്ത് വെക്കേണ്ടത്. ഒരു സർക്കുലാർ കോയിലാണെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ വരുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ B = μ0 Ni/2r ആണ്. ഇനി ഈ μ0യുടെ വാല്യൂ എന്താ? 4π × 10⁻⁻⁷. ഓക്കെ, ഇൻറ്റു n തന്നിട്ടുണ്ട് 100. ഞാനതിനെ 10² എന്ന് എഴുതി. ദെൻ I തന്നിട്ടുണ്ട് 0.40 അല്ലേ. അപ്പോൾ
0.4 എന്ന് എഴുതി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു റേഡിയസ് എത്രയാണ് 8 ഇൻറ്റു 10⁻² മീറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യാം നോക്കൂ. അപ്പോൾ ഇതിൽ സോൾവ് ചെയ്യുമ്പോൾ ഈ 10⁻² ഇവിടെ +2 ഉണ്ട്, -7 ഉണ്ട്. -7 +2 നമുക്ക് എങ്ങനെ എഴുതാം? 10⁻5 എന്ന് എഴുതാം. ബാക്കി വരുന്നത് 4π ഇൻറ്റു ഇത് പോയിട്ടോ, ബാക്കി വരുന്നത് 0.4 ആണ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 8 ഇൻറ്റു 10⁻². ഇനി ഈ 10⁻² വീണ്ടും മുകളിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ എന്തായിട്ട് മാറുന്നു? 10⁻² എന്നായിട്ട് മാറും. എന്തായിട്ട് മാറും? 10⁻² എന്നായിട്ട് മാറും. അപ്പോൾ അങ്ങനെ 10⁻² എന്നായിട്ട് മാറുമ്പോൾ ഇവിടെ നമുക്ക് എന്തെഴുതാം? ഇവിടെ ഒരു 5 ഓൾറെഡി ഉണ്ട് അല്ലേ? ഇവിടെ ഒരു 5 ഓൾറെഡി ഉണ്ട്. 5 -7 ആണ്, -5 ആണ്. അപ്പോൾ -5 +2 എന്നുള്ളത് എന്തായിട്ട് മാറും? 10⁻³ ആയിട്ട് മാറും. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ ബാക്കി പാർട്ട് വരുന്നത് എന്താണെന്ന് നോക്കൂ. 4π ഉണ്ട് ഇൻറ്റു 0.4 ഉണ്ട് ഇൻറ്റു ഇവിടെ -7 +2 -5 ആയിരുന്നു. -7 +2 വീണ്ടും -3 ആയി മാറി അല്ലേ? -2 മുകളിലേക്ക് വന്നതിൽ +2 ആണ്, 4 ആയി. 4 -7 -3 ആയിട്ട് മാറി. മുകളിൽ 4π ഇൻറ്റു 0.4 ഉണ്ട്. ദെൻ ഡിനോമിനേറ്ററിൽ 16 ഇത്ര മാത്രമല്ലേ ഉള്ളൂ, -2 മുകളിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് ഈ 0.4 നമുക്ക് വീണ്ടും മാറ്റാം. 0.4 നമുക്ക് എങ്ങനെ മാറ്റാം? 4π ഇൻറ്റു 0.4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഇൻറ്റു 10⁻⁻1 ആണ് അല്ലേ? ഇൻറ്റു 10⁻³ ഉണ്ട് ഡിവൈഡഡ് ബൈ താഴത്ത് വരുന്നത് എന്താ? 2 ഇൻറ്റു 8 അതായത് 16 എന്ന് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഈ 16ഉം ഈ 4ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് വരും? 4 എന്ന് വരും. ഇവിടെ 1 എന്ന് വരും. ഇവിടെ എന്ത് വരും? 4 എന്ന് വരും. ഈ 4ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ ഇവിടെ മാത്രം π എന്ന് വരും. സോ ഫൈനൽ ആൻസർ വരുന്നത് π ഇൻറ്റു 10⁻⁻1ഉം 10⁻³ എന്തായിട്ട് മാറാം? 10⁻⁻4 ആവും. സോ 3.1 ഇൻറ്റു 10⁻⁻4 ടെസ്ല എന്നുള്ളതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ SI യൂണിറ്റ് വരുന്നത്. സോ ഓർത്ത് വയ്ക്കുക, സെൻറ്റർ ഓഫ് ഒരു സർക്കുലാർ കോയിലിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ B = μ0 Ni/2r എന്നുള്ളതാണ്. N തന്നിട്ടുണ്ടായിരുന്നു, μ0 കോൺസ്റ്റൻ്റ് ആണ്, I നമുക്കറിയാം തന്നിട്ടുണ്ട്, 2 കോൺസ്റ്റൻ്റ് ആണ്, R തന്നിട്ടുണ്ട്. സോ ഇത്രയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ കിട്ടും. വളരെ എളുപ്പമല്ലേ? അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവരും ഫോളോ അപ്പ് ചെയ്യണം കേട്ടോ. ദെൻ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സി എ ലോങ് സ്ട്രെയിറ്റ് വയർ, കറൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫീൽഡ് ബി അറ്റ് എ പോയിന്റ് 20 സെൻറ്റിമീറ്റർ ഫ്രം ദ വയർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എങ്ങനെ നമുക്കിത് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. സി, ഇതിൽ നേരത്തെ ഒരു സർക്കുലർ കോയിലാണ് തന്നതെങ്കിൽ ഇപ്പോൾ ഒരു ലോങ് വയർ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ആദ്യം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എഴുതണം. B = μ0 I ഡിവൈഡഡ് ബൈ 2πr എന്നുള്ളതാണ് ബേസിക് ആയിട്ട് ഇതിൻ്റെ ഇക്വേഷൻസ് വരുന്നത്. ഇനി ഇതിൽ എന്തെല്ലാം വാല്യൂസ് ഉണ്ട് നോക്കാം. നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. സോ ഇവിടെ 4π ഇൻറ്റു 10⁻⁻7 ഇൻറ്റു കറണ്ട് തന്നിട്ടുള്ളത് 35 ആംപിയർ ആണ് ഡിവൈഡഡ് ബൈ 2π, R തന്നിട്ടുള്ളത് 20 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? R തന്നിട്ടുള്ള എത്രയാണ്? 20 സെൻറ്റിമീറ്റർ ആണ്. സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 10⁻⁻2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. സോ അങ്ങനെ ചെയ്താൽ എന്തെല്ലാം ക്യാൻസലേഷൻ നടക്കും നോക്കും. 2 ക്യാൻസൽ, π ക്യാൻസൽ. ഇനി ഇവിടെ 20 ഉണ്ട്, 35 ഉണ്ട് അല്ലേ? അപ്പോൾ 10⁻⁻2 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കി വരുന്നത് എന്താ? 10⁻⁻5 ആയിരിക്കും. നമുക്ക് ബാക്കി വരുന്നത് 10⁻⁻5 ഉണ്ടാവും. ഇനി ന്യൂമറേറ്ററിൽ ഒരു 35 ഉണ്ട്, ഡിനോമിനേറ്ററിൽ ബാക്കി വരുന്നത് എന്താ? ഒരു 20 ഉണ്ട്. ഈ 20 എങ്ങനെ എഴുതാം? 2 × 10 എന്ന് എഴുതാം. സോ
35/2 എങ്ങനെ എഴുതാം? 17.5 എന്ന് എഴുതാം. താഴത്ത് +1 ആണ്, അത് മുകളിലേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറുന്നു? -1 ആയിട്ട് മാറുന്നു. സി. ബാക്കി വരുന്നത് എന്താണ്? ഇവിടെ -7ഉം -2ഉം ക്യാൻസൽ ചെയ്താൽ -5 ഉണ്ട്. -5ഉം ഈ -1ഉം അല്ലേ? അപ്പോൾ 17.5 ഇൻറ്റു 10⁻⁻6. അഗെയിൻ നമ്മൾ കാണുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ SI യൂണിറ്റ് എന്താണ്? ടെസ്ലയാണ്. അപ്പോൾ രണ്ടാമത്തെ നമ്മൾ ചെയ്ത പ്രോബ്ലം ഒരു ലോങ് വയറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ആദ്യത്തെ ഒരു സർക്കുലാർ കോയിലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് ഓർത്ത് വെക്കുക, വാല്യൂസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ആ ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ചെയ്തു. എല്ലാവർക്കും അത് ഫോളോ അപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണെന്ന് നോക്കൂ. അടുത്ത ക്വസ്റ്റ്യനിൽ വീണ്ടും ഒരു ലോങ് വയറിൻ്റെ തന്നെ ക്വസ്റ്റ്യനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സി, എ ലോങ് സ്ട്രൈറ്റ് വയർ ഹൊറിസോണ്ടൽ പ്ലെയിൻ ക്യാരീസ് എ കറന്റ് 50 ആംപിയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോർത്ത് ടു സൗത്ത്, ഗീവ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്നാണ് നമ്മളോട് അവർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ വീണ്ടും സ്റ്റുഡൻസ്, എല്ലാ ക്വസ്റ്റ്യനും വളരെ ഈസിയാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. അപ്പോൾ ലോങ് അല്ലേ, ലോങ് വയർ ആണെങ്കിൽ വീണ്ടും ഇക്വേഷൻ എന്താ? μ0 I ഡിവൈഡഡ് ബൈ 2πr എന്നുള്ളതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ്. നമ്മളിത് പ്രൂഫിൽ നിന്ന് പഠിച്ച ഇക്വേഷനുമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യാൻ നോക്കൂ. μ0യുടെ വാല്യൂ എത്ര? 4π ഇൻറ്റു 10⁻⁻7 എന്ന് ആദ്യം എഴുതുന്നു. ഇൻറ്റു കറണ്ട് എത്ര തന്നിട്ടുള്ളത് നോക്ക്. കറണ്ട് എത്രയാണ്? 50 ആംപിയർ അല്ലേ? 50 ആംപിയർ ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ് തന്നത്? 2.5. ഇവിടെ കൺവേർഷൻസിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല, ഓൾറെഡി മീറ്ററിലാണ് തന്നിട്ടുള്ളത്. സോ എന്ത് വേണ്ട, കൺവേർഷൻ്റെ ആവശ്യമൊന്നും ഇവിടെ വരുന്നില്ല. 2π 4π ക്യാൻസൽ ചെയ്തു. സോ ബാക്കി വരുന്നത് 2 ഇൻറ്റു 50 ഇൻറ്റു 10⁻⁻7 ഡിവൈഡഡ് ബൈ 2.5നെ എങ്ങനെ എഴുതാം? 25 ഇൻറ്റു 10⁻⁻1 എന്ന് എഴുതാം അല്ലേ? ഇനി ഇതിൻ്റെ സിംപ്ലിഫിക്കേഷനിലേക്ക് പോവുകയാണെങ്കിൽ 2 ഇൻറ്റു 50 എന്താണ്? 100 ആണ് അല്ലേ? സോ 10² എന്ന് എഴുതി ഇൻറ്റു 10⁻⁻7 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 10⁻⁻1 എന്ന് പറയുമ്പോൾ ആ 10⁻⁻1 മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? 10⁻+1 എന്തായിട്ട് മാറും. സോ ഡിനോമിനേറ്ററിൽ എന്തുണ്ട്? 25 ഉണ്ട്. ഇനി ഈ ടെൻസിനെ നമുക്ക് അറേഞ്ച് ചെയ്യാം. നോക്കൂ, 10² ഇവിടെ ഉണ്ട്, 10³ ഉണ്ട് അല്ലേ? സോ 2 + 1 3 ആണ്. 3 - 7 10⁻⁻4 ആണ്. സോ ഇറ്റ് വിൽ ബി 1/25 ഇൻറ്റു 10⁻⁻4 എന്ന് നമുക്ക് എഴുതാം. ഇനി എന്താണ് 1/25? 1/25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ മാറ്റി എഴുതാം? 1/25 എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ലൈക്ക് 100/25 ആണെങ്കിൽ 4 എന്ന് വരും. 100ൽ എത്ര 25 ഉണ്ട്? 4 എന്ന് വരും അല്ലേ? സോ 1/25 എന്ന് പറയുമ്പോൾ 10ൽ എത്ര 25 ആണ്? 0.4. അപ്പം അതുപോലെ തന്നെ 1/25 നിങ്ങൾ ഡിവൈഡ് ചെയ്യും. എത്ര ചെയ്യാം? 1ൽ 25 പോവില്ല അല്ലേ? ഞാൻ 10 ആക്കി എടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? 0 വരും. സോ 100 ആക്കി എടുക്കുമ്പോൾ എന്താണ് വരിക? 0.04 എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു ഡിവിഷൻ പാർട്ട് വരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? 1/25 എന്ന് പറയുമ്പോൾ 0.04 ഇൻറ്റു 10⁻⁻4 ടെസ്ല. ഇനി വേണമെങ്കിൽ ഈ 4നെ വീണ്ടും അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ 4 ഇൻറ്റു 10⁻⁻2 എന്ന് എഴുതാം. സോ ഫൈനലി 4 ഇൻറ്റു 10⁻⁻6 ടെസ്ല എന്നുകൂടി നമുക്കതിനെ മോഡിഫൈ ചെയ്തെഴുതാം. അങ്ങനെയും ചെയ്യാം. ഓക്കെ, അതും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയാവുന്നതാണ്. സോ ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കുക. ലോങ് സ്ട്രൈറ്റ് വയറിൻ്റെ കേസിൽ വരുന്ന ഇക്വേഷനാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത് കേട്ടോ. അങ്ങനെയെങ്കിൽ അതും ഈസി അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്കൊന്ന് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഹൊറിസോണ്ടൽ ഓവർഹെഡ് പവർ ലൈൻ ക്യാരീസ് എ കറന്റ് 90 ആംപിയർ. സോ ഇവിടെ തന്നിട്ടുള്ള കറന്റ് എത്രയാണ്? 90 ആംപിയർ എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ വീണ്ടും എഴുതാം I = 90 ആംപിയർ. Then what is the magnitude of magnetic field to the current? 1.5 meter. സോ 6 തന്നിട്ടുണ്ട്. എത്രയാണ്? 1.5 മീറ്റർ എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. സോ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ഹൊറിസോണ്ടൽ ഓവർഹെഡ് പവർ ലൈൻ ക്യാരീസ് എ കറന്റ് ഓഫ് 90 ആംപിയർ. ദെൻ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് 1.5 മീറ്റർ ബിലോ ദ ലൈൻ. ഓക്കെ, അപ്പോൾ I തന്നിട്ടുണ്ട്, 6 തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിക്കുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. സോ ഇക്വേഷൻ വിൽ ബി μ0 I ഡിവൈഡഡ് ബൈ 2πr എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ,
ഇവിടെ നിന്ന് വാല്യൂസ് കൊടുത്തു നോക്കൂ. ഇറ്റ് വിൽ ബി 4π ഇൻറ്റു 10⁻⁻⁻⁷ ഇൻറ്റു 90യെ ഞാൻ 9 ഇൻറ്റു 10 എന്ന് എഴുതുന്നു. 2π ഇൻറ്റു r എത്രയാണ് 1.5 മീറ്റർ. സോ എങ്ങനെ എഴുതാം? 15 ഇൻറ്റു 10⁻⁻1 എന്ന് എഴുതാം. ഇനി പൈ ക്യാൻസൽ ചെയ്തു, 4 2 ക്യാൻസൽ ചെയ്തു. സോ 2 ഇൻറ്റു എന്ന് വരുന്നു. ദെൻ ഇവിടെ 2 ഇൻറ്റു 9 18 എന്ന് വരും. -7ഉം +1ഉം എന്താണ്? -6 ആണ്. ഡിവൈഡഡ് ബൈ 15 ഉണ്ട്. 10⁻⁻1 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 10⁻+1 എന്ന് വരും. 10⁻+1 എന്ന് നമുക്ക് എഴുതാം. ഇതിനെ വീണ്ടും നിങ്ങൾ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ 2 ഇൻറ്റു 18 എത്രയാണ്? 36. സോ 36 ഇൻറ്റു 10⁻⁻6ഉം +1ഉം 10⁻⁻5 ഡിവൈഡഡ് ബൈ 15 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഒന്ന് ഡിവൈഡ് ചെയ്യൂ. 36ൽ എത്ര 15 ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ 36 ഡിവൈഡഡ് ബൈ 15. 36 ഡിവിഡൻ്റ് ആണ്, 15 ഡിവൈസർ ആണ്. സോ ഇവിടെ 36ൽ 2 ടൈംസ് അല്ലേ സബ്ട്രാക്ട് ചെയ്യാം. 36 മൈനസ് 30 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 6 വരും. 60ൽ എത്ര 15 ഉണ്ടാക്കുക? 4 ടൈംസ് അല്ലേ? 4 15s are 60. അപ്പോൾ കിട്ടുന്ന ആൻസർ എന്താ? ഇറ്റ് വിൽ ബി 2.4 ഇൻറ്റു 10⁻⁻5 ടെസ്ല. 2.4 ഇൻറ്റു 10⁻⁻5 ടെസ്ല. സോ ആ ക്വസ്റ്റ്യനും വളരെ ഈസിയാണ്. എല്ലാം നമ്മൾ ലോങ് വയറിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ചെയ്തത്. എളുപ്പമല്ലേ? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണെന്ന് നോക്കൂ. അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത്, അടുത്ത സ്ലൈഡിലേക്ക് നമ്മൾ പോകുമ്പോൾ, what is the magnitude of magnetic force per unit length on a wire carrying a current of 8 ampere, then direction of uniform magnetic field 0.15 ടെസ്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് കാണേണ്ടത് what is the magnitude of the magnetic force per unit length on a wire carrying a current of 8 ampere. അപ്പോൾ കറൻറ്റിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം അത് നമ്മൾ എഴുതി വെക്കുക. കറൻറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 8 ആംപിയർ തന്നിട്ടുണ്ട്. ഓക്കെ, ആഫ്റ്റർ മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട് എത്രയാണ്? 0.15 ടെസ്ല. അപ്പോൾ 15 ഇൻറ്റു 10⁻² എങ്ങനെ എഴുതാം? -2 ടെസ്ല എന്ന് എഴുതാം അല്ലേ? കറൻറ്റ് തന്നിട്ടുണ്ട് എത്ര? കറൻറ്റ് എത്രയാണ് തന്നിട്ടുള്ളത്? 8 ആംപിയർ തന്നിട്ടുണ്ട്. സോ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഓൺ എ വയർ ക്യാരിങ് കറൻറ്റ് 8 ആംപിയർ തന്നിട്ടുണ്ട്. ദെൻ മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി തന്നിട്ടുണ്ട്, തീറ്റ തന്നിട്ടുണ്ട്. ദെൻ മാഗ്നറ്റിക് ഫീൽഡ് എത്ര തന്നിട്ടുണ്ട്? 0.15 ടെസ്ല തന്നിട്ടുണ്ട്. ഓക്കെ സ്റ്റുഡൻസ്, പ്രോബ്ലത്തിൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ സ്മോൾ എഫ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ബൈ എൽ. സോ ചോദിച്ചത് സ്മോൾ എഫ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ എഫിനെ ലെങ്ത് കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. സോ ക്യാപിറ്റൽ എഫിൻ്റെ ഇക്വേഷൻ വരുന്നത് BIL സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ സ്മോൾ എൽ എന്നുള്ളതാണ്. ഇവിടെ നിന്ന് എല്ലിനെയും നമുക്ക് ക്യാൻസലേഷൻ നടത്താം. അങ്ങനെ ക്യാൻസലേഷൻ ചെയ്താൽ ബാക്കി വരുന്നത് സ്മോൾ എഫ് ഈക്വൽ ടു, ബാക്കി വരുന്ന ഇക്വേഷൻ BI സൈൻ തീറ്റ എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ഓർത്ത് വെക്കുക, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ക്യാപിറ്റൽ എഫിനെ സ്മോൾ എൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, സോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഇക്വേഷൻ IB സൈൻ തീറ്റ എന്ന് വളരെ ഈസി ആയിട്ട് ബൈ ഹാർട്ട് ചെയ്തു വെക്കാം. ഇനി ഇവിടെയുള്ള വാല്യൂസ് നോക്കൂ. ബി തന്നിട്ടുള്ളത് 0.15 ടെസ്ല. സോ 15 ഇൻറ്റു 10⁻⁻² എന്നെഴുതി ഞാൻ. 15 ഇൻറ്റു 10⁻⁻² എന്നെഴുതി. ദെൻ കറണ്ട് തന്നിട്ടുള്ളത് നോക്കൂ, 8 ആംപിയർ ഇൻറ്റു സൈൻ 30 എന്ന് പറയുമ്പോൾ അതിൻ്റെ തീറ്റ തന്നിട്ടുണ്ട് സൈൻ 30 അല്ലേ, 30 ഡിഗ്രി. ഇത് ചെയ്യുമ്പോൾ 15 ഇൻറ്റു 8 ഇൻറ്റു സൈൻ 30യുടെ വാല്യൂ 1/2 ഇൻറ്റു 10⁻⁻².
ഇനി ഇവിടെ എന്താ ചെയ്യാൻ പറ്റുക, ഈ 2ഉം 8ഉം ക്യാൻസൽ ചെയ്തു. സോ 15 ഇൻറ്റു 4 ഇൻറ്റു 10⁻². ദാറ്റ് മീൻസ് 15 4 60 ഇൻറ്റു 10⁻². ഇറ്റ് വിൽ ബി 6 ഇൻറ്റു 10 ഇൻറ്റു 10⁻². -2ഉം +1ഉം ക്യാൻസൽ ചെയ്തു. സോ ദ ഫൈനൽ ആൻസർ ഈസ് 0.6. നമ്മൾ ചെയ്യുന്നത് ഫോഴ്സ് അല്ലേ, അപ്പോൾ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുമ്പോൾ Nm/m, 0.6 Nm/m. ക്വസ്റ്റ്യനിൽ ചോദിച്ചത് സ്മോൾ എഫ് ആയിരുന്നു, ക്യാപിറ്റൽ എഫിനെ L കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അവർ ചോദിച്ചിട്ടുള്ളത്. സോ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇക്വേഷൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ IB sin θ എന്നുള്ളത് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ അല്ലേ? സോ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു, ഇഫക്റ്റീവ് ആണെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കുറച്ചുകൂടി ഇതിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. താങ്ക് യു.